ഞാൻ എന്തൊക്കെയാ എന്നെ മോൻ കളിയാക്കുന്നത്? മുല്ലപ്പൂ, ഹലോ മുല്ലപ്പൂ നായർ, എങ്ങനെയൊക്കെയാ എന്നെ വിളിക്കുന്നത്? പുതിയ പേര് പെട്ടി പാക്ക് ചെയ്യുമ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് എന്തൊക്കെയുണ്ടെന്ന് തുറന്നു കാണിക്കണമല്ലോ, ഈ ബയോ പ്രശ്നങ്ങൾ. പക്ഷെ ഞാൻ ഒരിക്കലും മുല്ലപ്പൂ ചിന്തിച്ചിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഇപ്പൊ ചിന്തിച്ചില്ലേ? ഇപ്പൊ ഇനി മുല്ലപ്പൂ പോയിട്ട് എനിക്ക് ഇതിൽ പോലും ജാസ്മിന്റെ സ്പ്രേ പോലും പേടിയായി. അല്ല, ശരിക്കും എന്നാ സംഭവിച്ചത്? ഇതന്നെയാണ്. അതായത് ഓണമായിരുന്നു. അതായത് ഈ പരിപാടി വളരെ മുന്നേ അവര് പറഞ്ഞതാണ്. അപ്പൊ ഈ തിരുവോണം എന്നുള്ള സാധനം മനസ്സിൽ പോയില്ല. പ്രോഗ്രാം എഗ്രി ചെയ്തപ്പോൾ തിരുവോണം ആയിരിക്കും എന്നുള്ളത് ഒരു ഡേറ്റ് അല്ലേ പറഞ്ഞത്, സെപ്റ്റംബർ 5. ഓക്കെ, സെപ്റ്റംബർ 5 ഡേറ്റ് കൊടുത്തു, അഡ്വാൻസ് വാങ്ങിച്ചു, അവർ അനൗൺസ്മെന്റും ചെയ്തു. കുറച്ച് കഴിയുമ്പോഴാണ് നമ്മളിത് തിരുവോണമാണ് എന്നുള്ളത് അറിയുന്നത്. അപ്പൊ തിരുവോണം ഫ്ലൈറ്റിലാണ്. അപ്പൊ തിരുവോണത്തിന് എനിക്ക് സദ്യക്ക് ഒരു വീക്ക്നെസ് ആണേ. അപ്പൊ തിരുവോണം ഫ്ലൈറ്റിലായി പോയി എന്നുള്ളതൊക്കെ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, എന്നാൽ തിരുവോണം ഫ്ലൈറ്റിലാണെങ്കിലും ഒന്ന് ആഘോഷിക്കാം, ഒരു മൂഡായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സെറ്റുമുണ്ട് മുല്ലപ്പൂ എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങുന്ന സമയത്തും ഈ പൂ ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഞാൻ ഒരു പ്ലാസ്റ്റിക് പൂവാണ് ആദ്യം വെച്ചത്. ലൈക്ക് മറ്റേ അപ്പോൾ അമ്മ വന്നിട്ട് പറഞ്ഞു, എടി അച്ഛൻ ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്ന പൂവാ, നീ വെക്കാതെ പോയ അച്ഛന് വിഷമം വരും. 2 മുഴമുണ്ട്, നീ ഒരു കാര്യം ചെയ്ത് 2ആയിട്ട് കട്ട് ചെയ്യ്, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു കഷ്ണം വെച്ചു, എന്നിട്ട് അവിടുന്ന് പിന്നെ പോകുമ്പോൾ അടുത്ത കഷ്ണം വെക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സെറ്റ്. അപ്പൊ മറ്റേ കഷ്ണം അമ്മ മറ്റേ ഇതിനകത്തൊക്കെ പൊതിഞ്ഞ് ബാഗിനകത്തിട്ട് വെച്ച് തന്നു. അപ്പൊ അത് ഞാൻ അങ്ങനെ വെച്ചു. ഈ കഷ്ണം വെച്ചിട്ട് പോയി എയർപോർട്ടിൽ ചെല്ലുന്നു. എല്ലാ ആൾക്കാരും എൻ്റെ ഈ ഗെറ്റപ്പ് ഒക്കെ കണ്ട് എൻ്റെ കൂടെ വന്ന സ്റ്റാഫൊക്കെ, മറ്റേ എയർലൈൻസിന്റെ സിംഗപ്പൂർ എയർലൈൻസ് അവരുടെ സ്റ്റാഫൊക്കെ വന്ന് അവരുടെ ഓണാഘോഷ ദിവസമാണ്. അപ്പൊ ഞങ്ങളെല്ലാരും ഒരുമിച്ച് ഹേ എന്നൊക്കെ പറഞ്ഞ് ഹാപ്പി ഓണം ഫോട്ടോ കണ്ടു ആണ്, വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, പോകുന്നു. അവിടെ ചെന്നപ്പോ ഈ ലോഞ്ചിൽ വരെ സദ്യ. തിരുവോണം ആവാണല്ലോ, ഉത്രാടത്തിന്റെ അന്നാണ് ഫ്ലൈറ്റ്. അപ്പൊ അങ്ങനെ സദ്യ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നു, ഭയങ്കര ഹാപ്പി. എന്നിട്ട് ഫ്ലൈറ്റിൽ പോയി ഞാൻ മുല്ലപ്പൂ ഒക്കെ വെച്ച് കുറച്ച് ഉറങ്ങി മുല്ലപ്പൂ. അപ്പൊ അങ്ങോട്ട് പോയ മുല്ലപ്പൂ കരിഞ്ഞു. അപ്പൊ അപ്പോൾ എൻ്റെ കൂടെ ആര്യയുണ്ട്. അപ്പോൾ ആര്യ ഞാൻ പോയി കഴിഞ്ഞിട്ടാണ് ആര്യ വരുന്നത്. അപ്പോൾ പറയാം, ചേച്ചി ബിസിനസ് ക്ലാസ് മുഴുവൻ മുല്ലപ്പൂവിൻ്റെ മണമാ ചേച്ചി, ചേച്ചിയുടെ പെർഫ്യൂമിൻ്റെ മുല്ലപ്പൂവിൻ്റെ കൂടെ വാവ്. അപ്പം ഞാൻ ഈ മുല്ലപ്പൂ കൊണ്ടുവന്ന എന്നിൽ ഞാൻ അങ്ങനെ സംതൃപ്തിയായി അഭിമാനിക്കുകയാണ്, ഞാൻ ഉൾപ്പുളകം കൊള്ളുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ സിംഗപ്പൂരിൽ നിന്ന് മെൽബണിലേക്കുള്ള ഫ്ലൈറ്റിലും പോകുന്നു. ഞാൻ മെൽബണിൽ ചെല്ലുന്നു. അപ്പോൾ അവർ മറ്റേ ഡിക്ലറേഷൻ്റെ കാർഡ് തരുന്നു. ഡിക്ലറേഷൻ്റെ കാർഡ് ഞാൻ നോക്കുന്നു, ആർ യു ക്യാരിയിങ് എന്നാണല്ലോ എല്ലാം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം സ്റ്റെം, ബാർക്ക്, എന്ത് സ്റ്റെമ്മും ഇല്ല, ബാർക്കും ഇല്ല, ഒന്നുമില്ല എൻ്റെ കയ്യിൽ. പിന്നെ പ്ലാന്റ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് ഉണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ മനസ്സിൽ മൊത്തത്തില് അല്ല, അതായത് ഇപ്പോ കഞ്ചാവിന്റെ ചെടി ആ ലെവലാണ് ഞാൻ അവിടേക്കൊക്കെയാണ് പോകുന്നത്. റോസാപ്പൂ ഒന്നല്ല എൻ്റെ മനസ്സില്. അതായത് ഈ ആൾക്കാർക്ക് അവിടത്തേക്കൊക്കെ ഇത് ബാൻഡായിട്ടുള്ള സാധനങ്ങളാണോ എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഇതിൻ്റെ ഒന്നും ഇല്ലല്ലോ. അപ്പോ അങ്ങനെ പിന്നെ ഞാൻ ആലോചിക്കുന്നത്, ചില മരങ്ങളുടെ തൊലികൾ ബാർക്കെന്നൊക്കെ എഴുതിയിട്ടുണ്ട്, അതൊക്കെ ചില വിഷമുള്ളതുണ്ട്, ചില മെഡിസിനൽ ക്വാളിറ്റീസ് ഉള്ളതുണ്ട്, അങ്ങനത്തെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് വല്ലതും ആണോ? കറുവപ്പെട്ടൊന്നും എൻ്റെ മനസ്സിലില്ല, മനസ്സിലായില്ലേ? സിമ്പിൾ. അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ ആലോചിക്കണു, പിന്നെ നാട്ടുകാരൊക്കെ കൊണ്ടുവന്ന അച്ചാറ്, ഉപ്പേരി, ഇങ്ങനത്തെ സാധനങ്ങളും എൻ്റെ കയ്യിലില്ല. ഇപ്പൊ ഫുഡ് പ്രോഡക്ട്സ് അതും എൻ്റെ കയ്യിലില്ല. അപ്പൊ ഞാൻ എല്ലാം നോ 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 സൈൻ ചെയ്യുന്നു. പിന്നെ അപ്പോഴും എൻ്റെ മനസ്സിൽ എന്താണ്, എൻ്റെ ചെക്ക് ഇൻ ചെയ്ത പെട്ടിയിലുണ്ടോ, ഇത് ഒളിപ്പിച്ച് കടത്തുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒളിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ ഈ മുല്ലപ്പൂ എൻ്റെ തലയിലല്ലേ, ഞാനിത് മറച്ചു വെച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഞാനത് ആകെ 15 സെന്റിമീറ്ററേ ഉള്ളൂ, അത് തലയിൽ തന്നെ ഇരിപ്പുണ്ട് തന്നെ, നമ്മളൊന്നും രഹസ്യം പറയണില്ല. പക്ഷെ മുല്ലപ്പൂ എൻ്റെ മനസ്സിൽ പോയില്ല. കാരണം ഈ തലയിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, കണ്ണട എടുത്ത് ഇവിടെ വെച്ചിട്ട് കണ്ണട നമ്മൾ എല്ലായിടത്തും തപ്പും. കാരണം ഈ കണ്ണട തലയിലായി പോയി എന്നുള്ളത് നമ്മൾ മറന്നു എന്ന് പറഞ്ഞ പോലെ ഇത് പോയി എൻ്റെ മനസ്സിൽ നിന്ന്. നമ്മൾ സന്തോഷത്തോടുകൂടി മലയാളികളെ കാണിക്കാനായിട്ട് പൂവൊക്കെ വെച്ച് ചെന്നിറങ്ങുമ്പോൾ മലയാളി മങ്കയായിട്ട് ഇറങ്ങുന്നതിനപ്പുറത്തേക്ക് ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അവിടെ ചെല്ലുന്നു, ലഗേജ് എടുക്കുന്നു, പുറത്ത് വരുന്നു, ഒരു പ്രത്യേക ലൈനിൽ കൂടെ പോകാൻ പറയുന്നു, ഞാനും ആര്യയും പോകുന്നു. അങ്ങനെ അവരിങ്ങനെ റെഡ് കളറിൽ ഒരു സാധനം വിരിച്ചേക്കാം. റെഡ് കാർപ്പറ്റിലൂടെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് വലിയ സ്റ്റൈലിൽ. പെട്ടെന്ന് സ്റ്റോപ്പ് ഹിയർ എന്ന് പറയുന്നു, ഞാൻ നിൽക്കുന്നു. ഒരു സ്നിഫർ ഡോഗ് വരുന്നു. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു കേട്ടോ.
പട്ടിയൊക്കെ വരുന്നുണ്ടല്ലോ ദൈവമേ എന്ന് വിചാരിച്ചു. ഈ സംഭവം അടുത്തൂടെ വന്ന് 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 എൻ്റെ ബാഗിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ ആര്യമോൾ ഇത് കണ്ടിട്ടേ ആര്യ അവള് പറയാണേ, ചേച്ചി എന്താ കാര്യം, അവളുടെ വീട്ടിൽ പട്ടിക്കുട്ടിയുണ്ട്, അതിൻ്റെ പേര് ഇഞ്ചി എന്നാ. ചേച്ചി എന്താ കാര്യം എന്നറിയാവോ, നമ്മുടെ വീട്ടിലെ ഇഞ്ചി ഇല്ലേ അതിൻ്റെ മണമുള്ളതുകൊണ്ടാ ഇവൻ വന്ന് നമ്മുടെ വെട്ടി മണപ്പിക്കുന്നത്. ഇഞ്ചി എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഈ ഒരു പട്ടിക്ക് വേറൊരു പട്ടീൻ്റെ മണം കിട്ടുമല്ലോ. അപ്പൊ അവരങ്ങനെ പട്ടിയുള്ള വീട്ടിലെ ആൾക്കാരുടെ അടുത്തൊക്കെ വേഗം വന്ന് പട്ടികളൊക്കെ ഇതാവില്ലേ, അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ നിൽക്കുക. കാരണം ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ലല്ലോ കള്ളക്കടത്തൊന്നും, കടത്താനൊന്നുമില്ല. ഞങ്ങൾ നിൽക്കുക. അവസാനം എൻ്റെ ബാഗാണ് പ്രശ്നം, ഹാൻഡ് ബാഗ്. അപ്പോൾ എൻ്റെ ഈ ഹാൻഡ് ബാഗ് എടുക്കുന്നു, അവരവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഡിഡ് യു സൈൻ ദ ഡിക്ലറേഷൻ? അപ്പം ഞാൻ യെസ്. ഡു യു നോ ഇംഗ്ലീഷ്? യെസ്. ഡു യു റീഡ് ഇംഗ്ലീഷ്? യെസ്. ഡു യു റൈറ്റ് ഇംഗ്ലീഷ്? യെസ്. സോ ദിസ് ഇസ് യുവർ സിഗ്നേച്ചർ? യെസ്. ഞാൻ മറ്റേ ഇത്രയും ചോദ്യമൊക്കെ ചോദിച്ചതോടുകൂടി ചെറുതായിട്ടൊന്ന് പേടിച്ചു. അപ്പം ഞാൻ ആര്യമോടത്ത് പറയാണ്, എടി പിന്നെ നമ്മളെന്താ ഇത് കള്ളന്മാരെ ചോദ്യം ചെയ്യുന്ന പോലെ ചോദ്യം ചെയ്യണം, അല്ല അവർ നോക്കട്ടെ എന്ത് തേങ്ങ എടുക്കാനാ നമ്മുടെ ബാഗിൽ നിന്ന്. അവള് ആര്യക്ക് ഒരു രീതി ഉണ്ടല്ലോ പറയണേ. ഞാൻ പറഞ്ഞു, പക്ഷെ എന്നാലും ചോദ്യം ചോദിക്കുന്നതൊക്കെ നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ടായിരിക്കും ഇത്രയും ദേഷ്യം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവർ ബാഗ് മുഴുവൻ തപ്പുന്നു, ബാഗിനകത്തൊന്നുമില്ല. അപ്പം ഞാൻ ഇങ്ങോട്ട് ഓക്കെ, ലിപ്സ്റ്റിക്ക് എടുത്തോളൂ, വെറ്റ് ടിഷ്യൂ എടുത്തോളൂ, കോമ്പ് എടുത്തോളൂ, ഇതൊക്കെ അല്ലേ ഉള്ളൂ എൻ്റെ ബാഗിനകത്ത്, എന്തെടുക്കാനാണ് ഇവരെൻ്റെ ബാഗിൽ ഒന്നും ഇല്ല. അപ്പം ഞാൻ ഭയങ്കര കൂളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ടുപിടിക്കേ എന്നൊക്കെ. നമ്മുടെ മനസ്സിൽ തപ്പിയെടുക്കാൻ പോകുന്നത് ബോംബ്, മാരക വസ്തുക്കൾ, ഇതൊക്കെയാണ്. കഞ്ചാവ്, കഞ്ചാവ്, ഇങ്ങനെ മാരകമായ സാധനങ്ങളാണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്നൊക്കെയുള്ള മനസ്സിൽ നിൽക്കുന്നത്. ആടി നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇതിൽ നിന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ടേൺ അറൗണ്ട്. അപ്പം ഞാൻ എന്താ ടേക്ക് ദിസ് ഔട്ട്. അപ്പം ഞാൻ അയച്ചു ആകെ ഒരു കൊടുത്തു പൂ. വാട്ട് ഇസ് ദിസ്? ഞാൻ പറഞ്ഞു ജാസ്മിൻ ഫ്ലവേഴ്സ് ഫ്രം കേരള. ഓണം ഫ്ലവേഴ്സ്, our main important very thing for Kerala. Onam is for Onam without Mullappu nothing is possible. This is Kerala saree I am wearing. Very important festival in Kerala. ഇതൊക്കെ വീഡിയോയിൽ അടിച്ചു തന്നു മോനെ. $1890. ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തിട്ടേ ഗുണിച്ച് നോക്കാൻ പോയി. $1890 ഇന്ത്യയിൽ എത്രയാ വരുന്നത്. അപ്പൊ ഡോണ്ട് യൂസ് യുവർ മൊബൈൽ. മനസ്സിൽ ഗുണിക്കാലോ. × 55,000. അമ്മേ, 1.25 ലക്ഷം രൂപ. പിന്നെ കുറച്ച് നേരത്തേക്ക് ഉണ്ടല്ലോ ചെവി എന്നൊക്കെ പുക പോകുന്നൊരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഞാൻ തുടങ്ങി പുരുഷനെ അനുഗ്രഹിക്കണം എന്നുള്ള രീതിയിൽ കുറെ കരഞ്ഞു പറഞ്ഞു നോക്കി. പട്ടിയുടെ വിലയായിരുന്നു, മൈൻഡ് ചെയ്തില്ല. പിന്നല്ലേ ആര്യയുടെ വക, ഷീ ഈസ് വെരി ഫേമസ് ആക്ട്രസ് ഫ്രം കേരള. എന്ത് തേങ്ങ അവർക്ക്, എന്ത് ഇത്രയും വലിയ ഭൂഖണ്ഡത്തില് ഇത്രയുള്ള കുഞ്ഞ് ഇന്ത്യയില് അറ്റത്ത് കിടക്കുന്ന ഒരു കേരളത്തിലുള്ള ഒരു നടിയാണത്രേ. എനിക്കാണെങ്കിൽ നമ്മുടെ പരിപാടിക്കാരെ ഒന്ന് വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നു, ഞാൻ അവിടെ പെട്ടിരിക്കാൻ ചേട്ടാ എന്നൊക്കെ. എന്നിട്ട് ഈ പൈസ അടച്ചോ? ഇല്ല, പൈസ അടച്ചിട്ടില്ല. അവര് പിന്നെ പറഞ്ഞു അതൊരു പെറ്റീഷൻ പോലെ മെയിൽ അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മെയിൽ അയച്ചിട്ടുണ്ട്. ഇതുവരെ അനക്കൊന്നുമില്ല. ഉടനെ അറിയാം. എന്തായാലും തിരിച്ചെത്തിയല്ലോ. ഇവിടെ എത്തിയല്ലോ. നാട്ടിലെത്തും. നാട്ടിലെത്തിന് പ്രശ്നമില്ല. ഇനി അവിടേക്ക് പോകുമ്പോഴാണ് അടുത്ത വിസ ആപ്ലിക്കേഷനിൽ ഞാൻ ഡ്രസ്സ് പോലും കൊണ്ടുണ്ടാന്ന് വിചാരിക്കാം. അവിടെ ചെന്ന് മേടിക്കാം. ഇനി സിനിമകളെ കുറിച്ച് പറഞ്ഞു. എനിക്ക് പാഷനായിട്ട് സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്തിലേക്ക് എത്തിയെന്ന് നവ്യ പറഞ്ഞു. അപ്പം ഞങ്ങൾക്കാണ് നഷ്ടം വന്നത്. അതായത് നവ്യ ആദ്യം അഭിനയിച്ച സിനിമകൾ എടുക്കുമ്പോൾ ഇപ്പം മഴത്തുള്ളിക്കലൊക്കെ മുതൽ ഈ പാണ്ടിപ്പട വരെയുള്ള സിനിമകളിൽ എൻ്റർടൈൻമെൻറ്റിലാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന പോലത്തെ ക്യാരക്ടേഴ്സ് അങ്ങനെയാണ്. തമാശ പറയുന്ന, ഇങ്ങോട്ട് വന്നാൽ കൗണ്ടർ അടിക്കുന്ന, അപ്പോൾ അങ്ങനെ തന്നെ ഒരു നായികയായിട്ട് നടന്ന ഒരാളാണ് നവ്യ. അതിനുശേഷം പിന്നീട് ചെയ്ത 7-8 സിനിമകളും നമ്മൾ അറിഞ്ഞ് ചൂസ് ചെയ്ത പോലെയാണ്. അതായത് അതിപ്പോൾ എനിക്ക് ആ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നു, ഇത് മതിയില്ല. ഞാൻ ചൂസ് ചെയ്ത സിനിമ എന്ന് പറയുന്നത് ഒന്ന് ഒരുത്തിയാണ്. പിന്നെ ഞാൻ അങ്ങനെ ചൂസ് ചെയ്ത സിനിമയാണ് ഇപ്പോൾ പാതിരാത്രി. അപ്പോൾ അങ്ങനെ വന്നു കഴിയുന്ന സമയത്ത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നവ്യ, വളരെ മെച്യൂർഡ് ആയിട്ടുള്ള അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരു നവ്യയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എല്ലാ സിനിമകളും എടുത്തിട്ടുണ്ടെങ്കിലും ആ ഒരു ഗ്രാഫ് പോലെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയല്ല, എനിക്ക് വരുന്ന സിനിമകളിൽ നിന്ന് ഞാൻ മാത്രമേ എനിക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ എനിക്ക് വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇഷ്ടമാണ്. അപ്പം അത്തരത്തിലുള്ള സിനിമ എന്നെ തേടി എത്തിയാൽ ഡെഫിനറ്റ്ലി ഞാനത് ചൂസ് ചെയ്യും. അതിന്റെ ചോദ്യം അതായിരുന്നു, അതായത് ആ നവ്യയെ മിസ് ചെയ്യുന്നുണ്ടോ? അതായത് നമ്മളെ കുടുകൂടെ ചിരിപ്പിച്ച ആ ഒരു നവ്യയെ, അങ്ങനത്തെ ഒരു നവ്യ. ഞാൻ കൗണ്ടർ അടിക്കുന്ന ആളാണ്, ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ സീരിയസ് ആയിട്ട് ഉത്തരം പറയുന്നതാണ്. എനിക്ക് ആ ചോദ്യകർത്താവിൻ്റെ ചോദ്യം പോലെ ഇരിക്കും എൻ്റെ ഉത്തരം.
അപ്പോൾ അതല്ലാതെ ഈ കൗണ്ടർ പറയുന്ന പോലത്തെ ഇതൊക്കെ പറയുകയാണെങ്കിൽ എനിക്കും അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാണാൻ എനിക്കിഷ്ടം തമാശ സിനിമകളാണ്. വിഷമിച്ചിരിക്കാൻ ഇഷ്ടമില്ല എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ തമാശ സിനിമകൾ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. ദിലീപേട്ടൻ്റെ ഒക്കെ ഒപ്പം ഞാൻ ചെയ്ത സിനിമകൾ പോലത്തെ സിനിമകൾ ഇനിയും വന്നാൽ എനിക്ക് ഡെഫിനറ്റ്ലി ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഓരോ കാലഘട്ടം ഡിമാൻഡ് ചെയ്യുന്നതാണ് സിനിമകൾ. പിന്നെ നമുക്ക് വരുന്നതിൽ നിന്നാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത്തരത്തിലേക്കുള്ള കഥാപാത്രങ്ങൾ വന്നാൽ ഡെഫിനറ്റ്ലി ഐ വിൽ സേ ഓക്കെ ടു ഇറ്റ്. പക്ഷെ നല്ലൊരു ഹോൾ സിനിമ നന്നാവണം. സിനിമയിൽ മൊത്തത്തിലൊരു രസമുണ്ടെന്ന് തോന്നുന്നു.